പാലക്കാട് പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിനമായ ഇന്ന് പ്രചാരണം പരമാവധി കൊഴുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും റോഡ് ഷോയുമൊക്കെയായാണ് പ്രചാരണം. തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പി സരനും രാഹുൽ മാങ്കൂട്ടത്തിലും സി കൃഷ്ണകുമാറും പങ്കുവയ്ക്കുന്നത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ലിജോ വർഗീസ് ഉണ്ട്. ലിജോ, വലിയ പ്രചാരണ പരിപാടികളായിരുന്നു. ഇന്നിപ്പോൾ അവസാന മണിക്കൂറിലേക്ക് അടുക്കുകയാണ്, കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുകയാണ്. എത്തരത്തിലാണ് പാലക്കാട് നിന്നുള്ള കാഴ്ചകൾ? മുന്നണികളൊക്കെ അവസാന മണിക്കൂറിനുള്ള തയ്യാറെടുപ്പുകളിലാണോ? തീർച്ചയായും കഴിഞ്ഞ 35 ദിവസമായി നീണ്ടുനിന്ന ഈ പാലക്കാടൻ ചൂടിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ പാലക്കാട് നടത്തിയത്. അതിന്റെ പരിസമാപനം എന്ന നിലയ്ക്ക് അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കൊണ്ടെത്തിക്കാനാണ് ഓരോ മുന്നണികളും ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ UDF പ്രചാരണ റാലി വൈകിട്ട് ഇവിടെ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ 3 വശങ്ങളിലായിട്ടാണ് ഇന്നിപ്പോൾ കലാശക്കൊട്ടിന്റെ പരിപാടികൾ നടക്കുക. എനിക്ക് കാണുന്ന ഈ വലതുവശത്താണ് നമ്മുടെ ബസ്സുണ്ട്. ഇവിടെ ബസ്സിന് തൊട്ടപ്പുറ ഭാഗത്താണ് LDFന്റെ പ്രചാരണം അവസാനിക്കുക. അതിന്റെ കൊട്ടിക്കലാശം അവിടെയായിരിക്കും ഉണ്ടാവുക. എനിക്ക് നേരെ മുൻപിലാണ് UDFന്റെ കൊട്ടിക്കലാശത്തിന്റെ അവർക്കുള്ള സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. ഇടതുവശത്ത് BJPയുടെ സ്ഥലം. എന്നിങ്ങനെ 3 സ്ഥലത്തായിട്ടായിരിക്കും വൈകുന്നേരം 4 മണിയോടുകൂടി ഈ 3 മുന്നണികളുടെയും പ്രവർത്തകർ ആവേശത്തിരയിളക്കാൻ പാലക്കാടിനെ ഇളക്കി മറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണത്തിലായിരുന്നു യഥാർത്ഥത്തിൽ എല്ലാ മുന്നണികളും ഉള്ളത്. അതിൻ്റെ ആവേശം നമുക്ക് വൈകിട്ട് 4 മണിയോടുകൂടി ന്യൂസ് മലയാളത്തിലൂടെ അതിഗംഭീരമായ ദൃശ്യവിരുന്നോടുകൂടി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 3 മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അടിയൊഴുക്കുകൾ, പലവിധത്തിൽ ട്വിസ്റ്റുകൾ, അതോടൊപ്പം തന്നെ സസ്പെൻസും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന, കളം കൊഴുപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഓരോ ദിവസം കഴിയുന്നവരും, മണിക്കൂറുകൾ കഴിയുന്നവരും എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിൽ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ അതിനനുസരിച്ച് മറിഞ്ഞു മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കടന്നു പോകുന്നത്. പി സരിൻ ഇടതുപക്ഷത്തിന് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വന്നത് മുതൽ ഓരോ സമയത്തും അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ഉണ്ടായി. ഏറ്റവും ഒടുവിലായി UDFിലേക്ക്, കോൺഗ്രസിലേക്ക് BJPയുടെ കരുത്തനായ, അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലൂടെയും തന്റെ പ്രസംഗങ്ങളിലൂടെയും വലിയ തരത്തിൽ വിവാദമാവുകയും അതുപോലെ BJPക്കുള്ളിൽ വലിയ പ്രശസ്തി ഉണ്ടാവുകയും ചെയ്ത സന്ദീപ് വാര്യർ ഏറ്റവും ഒടുവിലായി കോൺഗ്രസിലേക്ക് വന്നതുൾപ്പെടെ വരെ അത്തരത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളും കോലാഹലങ്ങളും ടെസ്റ്റുകളും ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒപ്പം ഇതുവരെ പല മുന്നണികൾക്കും കയറി പോകാൻ കഴിയാതിരുന്ന പ്രദേശങ്ങളിൽ, അത് BJPക്ക് കുത്തകയായിരുന്നിരുന്ന സ്ഥലങ്ങളിലേക്ക് കോൺഗ്രസിന് കയറാൻ കഴിഞ്ഞതും, അതോടൊപ്പം തന്നെ ഇടത് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക്, സ്വതന്ത്രൻ എന്ന നിലയ്ക്ക് CPMന് പി സരിനെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് പാലക്കാടിൽ അഗ്രഹാരങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നു. ക്രിസ്ത്യൻ വോട്ടുകളിൽ വളരെ കൃത്യമായി BJPക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കാനുള്ള ശ്രമം അവർ ഒരു വഴിക്ക് നടക്കുന്നു. അങ്ങനെ അവരവരുടേതെന്ന് കരുതിയിരുന്ന വോട്ടുകളിൽ, വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഓരോ മുന്നണികൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അവസാന മണിക്കൂറുകളിൽ എത്തുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം. അതുകൊണ്ട് തന്നെ ഈ കടന്നുകയറ്റം ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്, അത് ഏത് തരത്തിൽ ആളുകളെ സ്വാധീനിക്കും എന്നുള്ളത് കണ്ടറിയണം. ഒരു വശത്ത് അത് നിൽക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചേലക്കരയിലും വയനാടിലും കണ്ടതുപോലെ കാടിളക്കിയുള്ള പ്രചാരണത്തിന് ശേഷവും പോളിംഗ് ശതമാനത്തിലുള്ള കുറവ്, അല്ലെങ്കിൽ ആളുകൾ വോട്ടിങ്ങിൽ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക, മുന്നണികളെ അത് ഏത് തരത്തിൽ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളും വലിയ ചർച്ചയിലാണ്. ഓരോ മുന്നണിയിലെ നേതാക്കൾ ഇത്തരത്തിലുള്ള ആശങ്കകളും അത് എങ്ങനെ പരിഹരിക്കുമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും സജീവമായി ഈ മണിക്കൂറിലും മുമ്പോട്ട് പോകുന്നു. അത്രത്തോളം ആവേശകരമായ, കേരള ചരിത്രത്തിൽ ഈ അടുത്തൊന്നും കാണാത്ത തരത്തിലുള്ള വീറും വാശി നിറഞ്ഞൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ പരിസമാപ്തിയിലേക്ക് നടക്കുന്നു. വൈകിട്ട് 6 മണിയോടുകൂടി കൊട്ടിക്കലാശം അവസാനിക്കുന്നു, പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. നാളെ നിശബ്ദ പ്രചാരണവും, മറ്റന്നാൾ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി ഏത് നിലപാടിന്, ഏത് ആശയങ്ങൾക്ക്, ഏത് തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് വോട്ടുകുത്തും എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും നമ്മളുടെ ടീം ഏതാണ്ട് പൂർണ്ണമായും സജ്ജമായിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആളുകളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. TM ഹർഷൻ, അതോടൊപ്പം തന്നെ സനീഷ് അടക്കമുള്ള നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ വിശകലനങ്ങൾ അടക്കമായിരിക്കും നമ്മൾ ഇന്ന് 2 മണി മുതൽ നമ്മുടെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട ഷോ മുമ്പോട്ട് കൊണ്ടുപോവുക.